ബാക്ക് ടു സലം ലേണിംഗ് ഫീമെയിൽസ് ആണ്. അപ്പോൾ മക്കളെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കുറച്ച് ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ആന്റണിംസ് എന്ന് നമ്മൾ പറയില്ലേ, എതിർ പദങ്ങളെയാണ് നമ്മൾ ആന്റണിംസ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വേർഡ്സ് എന്ന് പറയുന്നത്. സോ മിസ് ഒരു വേർഡ് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്താണെന്നുള്ളത് മിസ്സിന്റെ കുട്ടികൾ തനിയെ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. സോ നമ്മുടെ ഫസ്റ്റ് വൺ എന്താണ്, ഓപ്പോസിറ്റ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ നമ്മുടെ ഫ്രണ്ട്. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ മുൻപിൽ നിന്നാണ് അർത്ഥം അല്ലെ. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്, ബാക്ക് എന്നാണ് അർത്ഥം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോട്ടർ എന്ന് പറയുന്ന വേർഡ് വിച്ച് മീൻസ് മകൾ എന്നാണ് അർത്ഥം അല്ലെ. ഡോട്ടർ, DAUGHTER. ഡോട്ടർ എന്ന് പറഞ്ഞാൽ എന്താ, മകൾ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, മകനാണ് അല്ലെ. SON സണ്ണാണ്. അപ്പൊ മിസ്സിന്റെ കുട്ടികള് SUN സൺ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ SUN സൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അതോ ഇത് ഒന്നാണോ അതോ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ മക്കളെ? യെസ്, SUN സൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? യെസ്, അത് നമ്മുടെ സൂര്യനാണ് കേട്ടോ. സൂര്യനെയാണ് നമ്മൾ SUN സൺ എന്ന് പറയുന്നത്. ഇവിടെ SON സൺ ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്, മകൻ എന്നാണ് കേട്ടോ. അപ്പൊ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, സ്പെല്ലിംഗ് തെറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തൊരു വേർഡ് നോക്കിക്കേടാ, ഹാപ്പി. HAPPY. ഹാപ്പി എന്ന് പറഞ്ഞാൽ എന്താ, സന്തോഷത്തോടെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ ഹാപ്പി എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, നമ്മൾ സങ്കടത്തോടു കൂടി ഇരിക്കുന്നതിനെയായിരിക്കും. അതിന് നമ്മൾ എന്താ പറയുക, സാഡ് എന്നാണ് പറയുക അല്ലെ. SAD. സാഡ് എന്ന് പറഞ്ഞാൽ എന്താ, സങ്കടപ്പെട്ടിരിക്കുന്നതിനെയാണ് നമ്മൾ സാഡ് എന്ന് പറയുന്നത്. സോ ഹാപ്പിയുടെ ഓപ്പോസിറ്റ് എന്താണ്, സാഡ് എന്നുള്ളതാണ്. അടുത്ത നോക്കിക്കേ, ഇവിടെ ഒരു വലിയ ആനയുണ്ട് അല്ലെ. അപ്പൊ വലുതിന് നമ്മൾ എന്താ പറയാ, BIG, ബിഗ് എന്നാണ് പറയാ അല്ലെ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, ചെറുതെന്നായിരിക്കും അർത്ഥം. ചെറുതിന് നമ്മൾ എന്താ പറയാ, സ്മോൾ എന്നാണ് പറയാ അല്ലെ. അതിന്റെ സ്പെല്ലിംഗ് എന്താടാ, SMELL. സ്മോൾ എന്ന് പറഞ്ഞാൽ എന്താ, കുട്ടി, ചെറുത് എന്നാണ്. അപ്പൊ ബിഗ് എന്ന് പറഞ്ഞാൽ വലുത്, സ്മോൾ എന്ന് പറഞ്ഞാൽ ചെറുത്. അപ്പൊ അത് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് വേർഡ് നോക്കിക്കേ, ക്ലോസ്. ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അടച്ചിരിക്കുന്നതിനെയാണ്, നമ്മളല്ല അടയ്ക്കുന്നതിനെയാണ് നമ്മൾ ക്ലോസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, ഓപ്പൺ ആയിരിക്കും അല്ലെ. ഓപ്പൺ എന്ന് പറഞ്ഞാൽ എന്താ, തുറക്കുക. ക്ലോസ് എന്ന് പറഞ്ഞാൽ അടയ്ക്കുക, ഓപ്പൺ എന്ന് പറഞ്ഞാൽ തുറക്കുക. അപ്പൊ ഇവിടെയും നമ്മൾ എന്താണ്, ഓപ്പോസിറ്റ്സ് ആണ് നമ്മൾ കണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചൂടുള്ള സാധനത്തിന് നമ്മൾ എന്താ പറയാ, ഹോട്ട് എന്നാണ് പറയാ അല്ലെ. ഹോട്ടിന്റെ സ്പെല്ലിംഗ് എന്താ, HOT. ഹോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, നല്ല ചൂട് ചായ അല്ലെ. നമ്മൾ എന്താ പറയാ, ടീ ഈസ് ഹോട്ട് എന്ന് പറയാ അല്ലെ, ചൂടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് എന്താ, നല്ല തണുത്ത ഐസ്ക്രീം. നല്ല തണുപ്പല്ലേ. അപ്പൊ ചൂടിന്റെ ഓപ്പോസിറ്റ് എന്താണ്, തണുപ്പാണ്. അതിന് നമ്മൾ എന്താ പറയാ, COLD. കോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ, തണുത്തതിനെയാണ് നമ്മൾ കോൾഡ് എന്ന് പറയാ. സോ ഹോട്ടിന്റെ ഓപ്പോസിറ്റ് കോൾഡ് ആണ് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതാ ഇവിടെ നോക്കിക്ക്, തിൻ എന്ന് പറഞ്ഞാൽ എന്താ, മെലിഞ്ഞതിനെയാണ് നമ്മൾ തിൻ എന്ന് പറയുന്നത്. ഓക്കെ, തിന്നായിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ്, അല്ലെങ്കിൽ തിന്നായിട്ടുള്ള വോളാണെന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്, കുറച്ച് തടിച്ചിട്ടുള്ളതിന് നമ്മൾ എന്ത് പറയും, ഫാറ്റ് എന്ന് പറയും. അപ്പൊ തിന്നിന്റെ ഓപ്പോസിറ്റ് എന്താണ്, ഫാറ്റ് ആണ്. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് നോക്കിക്ക്, ഷോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ചെറുത് അല്ലെ. ഒത്തിരി ഹൈറ്റ് ഇല്ലാത്തതിന് നമ്മൾ ഷോർട്ട് എന്ന് പറയും. ഹൈറ്റ് കൂടിയതിന് നമ്മൾ എന്താ പറയാ, ടോൾ എന്നാണ് പറയാ. അപ്പൊ SHORT, ഷോർട്ട് എന്ന് പറഞ്ഞാൽ പൊക്കം കുറഞ്ഞത്, ടോൾ എന്ന് പറഞ്ഞാൽ എന്താ, ഹൈറ്റ് കൂടിയത്. അതാണ് ടോൾ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത് നോക്കിക്ക്, ഓൾഡ്. പ്രായം കൂടിയതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓൾഡ് എന്ന് പറയുന്നത്. അപ്പൊ പ്രായം കുറഞ്ഞതിന് നമ്മൾ എന്താ പറയാ, യങ് എന്നാണ് പറയാ അല്ലെ. അപ്പൊ പ്രായം കൂടിയതിനെ ഓൾഡ് എന്ന് പറയും, പ്രായം കുറഞ്ഞതിനെ യങ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ മിസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. RIGHT, റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ശരി എന്നുള്ളതാണ് അർത്ഥം കേട്ടോ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, മിസ്സിന്റെ കുട്ടികളെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എത്ര പേര് കറക്റ്റ് ആയിട്ട് ആൻസർ പറയും എന്ന് മിസ് നോക്കട്ടെ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത് എന്താണ്, ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്, ആന്റണിംസ് ആണ്. അപ്പൊ മിസ് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, താഴെ ആൻസർ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പൊ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.